ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സെമി അംബ്രല്ല ഫ്രോക്കാണ് കേട്ടോ. നമുക്ക് മെഷർമെൻറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് 24 എടുത്തിട്ടുള്ളത്. അതിന് 4 ഭാഗമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 6+2 ഇഞ്ച് = 8 ഇഞ്ചാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷേപ്പ് 20 ഇഞ്ചിലാണ് എടുക്കുന്നത്. അതിൽ 4 ഭാഗമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 5+2 ഇഞ്ച് 7 ഇഞ്ചിൽ വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫുൾ ലെങ്ത്താണ്. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്. ഞാൻ ഇവിടെ 25 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ എന്തായാലും ഹിപ്പ് ലെങ്ത്ത് അല്ലെങ്കിൽ ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയണത് ഒരു 8 ഇഞ്ച് അതല്ലെങ്കിൽ ഒരു 8.5 ഇഞ്ച്. ഞാൻ അത്ര പോകുന്ന കുട്ടിക്കുള്ളതാണ് കേട്ടോ ചെയ്യണത്. വലിയ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ ഷേപ്പ് ലെങ്ത്ത് ഒരു 13.5 14 വരുന്നുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് ഷേപ്പ് ലെങ്ത്ത് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുകയാണ്. 17 ഇഞ്ച് 17 ഇഞ്ചാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെ 17 ഇഞ്ച് എന്ന് വെച്ചാൽ ഡൗൺ താഴത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 17 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. അത് നമ്മളിഷ്ടമാണ് എത്ര ഇഞ്ച് കൂട്ടണം കുറക്കണം എന്നുള്ളത് നമ്മളിഷ്ടമാണ്. വീതിയിൽ മടക്കി അടിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. നമുക്ക് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഇതുപോലെ ചെറിയൊരു ഒരു ഷേപ്പ് ലെങ്ത്ത് വരെ ഉള്ളത് ചെറിയൊരു പാറ്റേണായിട്ട് കട്ട് ചെയ്തിരിക്കാം കേട്ടോ. കട്ട് ചെയ്ത് എടുക്കുകയാണ് ഞാൻ. അതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഹിപ്പ് എന്ന് വെച്ചാൽ ഷേപ്പിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. നോക്കിക്കോളൂ, കറക്റ്റ് 4 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആ മുകളിലത്തെ പോർഷൻ ചെറിയ ടോപ്പ് അടിക്കണത് അത് 4 ഇഞ്ച് ഷേപ്പിൻ്റെ വെടുത്ത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ് ടേപ്പിലും ജസ്റ്റ് നോക്കാം കേട്ടോ. 3 ഇഞ്ചാണ് വരുന്നത്. സ്കെയിലാണെങ്കിൽ 8 ഇഞ്ചാണ് വരിക. ഞാൻ ടേപ്പിലാണ് നോക്കിയിട്ടുള്ളത്. അതിൻ്റെ പാതി 1.5 ഇഞ്ചാണ് കേട്ടോ വരിക. നമുക്കിത് എങ്ങനെയാണ് സെമി അംബ്രല്ല സ്കേർട്ടിൻ്റെ പാവാട അടിഭാഗത്ത് ആ ഫ്രോക്ക് ഇത് ഫ്രില്ല് വരുന്നത് കട്ട് ചെയ്തെടുക്കണം. ഫ്രില്ലല്ല, ഒരു അംബ്രല്ല സ്കേർട്ട് ടൈപ്പ് അത് കട്ട് ചെയ്തെടുക്കണം മെത്തേഡൊന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കണം. ജസ്റ്റ് ആ ഒരു എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം കാണാണ്ടോ നിവർത്തി വെച്ച ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് ഫോൾഡും ഒരു ഭാഗത്ത് ഓപ്പണാണ് വരിക. ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒരു കോൺ ഷേപ്പ് കിട്ടും. കാണാണ്ടോ. ഇനി നമ്മൾ കറക്റ്റ് ആ ടേപ്പിൽ ഷേപ്പ് വിടുത്ത് എത്രയാണോ കിട്ടിയിട്ടുള്ളത് 1.5 ഇഞ്ച്, ആ ഒരു 1.5 ഇഞ്ച് കാണാണ്ടോ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരൊറ്റ ഡോട്ട് ഇട്ട ശേഷം ഏറ്റവും മുകളിലെ കോൺ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് 1.25 നമ്മളിതാ ഫുൾ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1.25 വെച്ചിട്ട് എന്നിട്ട് വേണം ഇതുപോലെ റൗണ്ട് ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ആ 1.5 കറക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതിന് ശേഷം എത്രയാണോ ലെങ്ത്ത് അത് നമ്മളിതാ ഈ ഒരു പോയിന്റിൽ നിന്നിങ്ങനെ ഒരു ഇതുപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഇത് സെമി അംബ്രല്ല സ്കേർട്ടാണ്. ഇതല്ലാണ്ട് വേറെ ടൈപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. ഇതുപോലെയാണ് വരിക. ഇനി അതൊന്ന് നമുക്ക് നിവർത്തി വെച്ച് നോക്കാം. കാണാണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ സെമി അംബ്രല്ല ഫ്രോക്ക് വരുന്നത്. ഒരു മീഡിയം സൈസ് ഫ്ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. ഇനി നമുക്ക് മെറ്റീരിയലിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കാണാണ്ടോ ഇതുപോലെ അളവ് കറക്റ്റായിട്ട് കിട്ടണം. അത്രയും ഇത് മെറ്റീരിയൽ എടുത്താൽ മതി. ചെറിയൊരളവായതുകൊണ്ട് ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റ് ചെയ്യണ്ടല്ലോ കരുതിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം മാർക്കിങ് കറക്റ്റായിട്ട് നോക്കിക്കോട്ടോ. ഇതിൽ ഷേപ്പ് ലെങ്ത്ത് കണ്ടോ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ 8.5 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 9 ഇഞ്ചോ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഞാനിതവിടെ ഒരു 9 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നെക്ക് വിടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് 2 ഇഞ്ചിൻ്റെ ഉള്ളിലെടുക്കണം. 2 ഇഞ്ചിൽ കൂടുതൽ വരാൻ പാടില്ല. അതുപോലെ ഷോൾഡർ എക്സ്ട്രാ വരുന്ന ഒരു 3 ഇഞ്ചോ 2.5 ഇഞ്ചൊക്കെ ഇഷ്ടം പോലെയാണ്. ഒരുപാടാണ് കേട്ടോ.
അത് നമ്മളെ ഇഷ്ടമാണ്. അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെറിയ കുട്ടികൾക്ക് ഒരു ആവറേജ് എന്ന് പറയുന്നത് ബാക്കിൽ 2, 2.5, അതുപോലെ ഫ്രണ്ടിൽ ഒരു 3.5, മാക്സിമം ഒരു ആവറേജ് കണക്കാണ്. ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതൊന്നും ഞാൻ ഈ മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് പറയണില്ല. 8 ഇഞ്ചും 7 ഇഞ്ചും കാണാമല്ലേ, ചെസ്റ്റും ഷേപ്പും 8 ഇഞ്ച് ഇവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, കാണാണ്ടോ. അതിന് ശേഷം താഴെ ഷേപ്പാണ് കേട്ടോ. ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ആ വീനക്കാണ് അത് കട്ട് ചെയ്യണം കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. 7 ഇഞ്ച് ഇതാ കറക്റ്റ് പോയിൻ്റ് ചെയ്ത ശേഷം ഓരോ ഇഞ്ച് ബാക്കിലോട്ട് വെച്ച ശേഷം കാണാണ്ടോ അതിലോട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. വരച്ച ശേഷം ബാക്ക് നെക്കിലൂടെ കട്ട് ചെയ്തെടുക്കുക. കാണാണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. സോറി കേട്ടോ, ഇതിൽ ആം ഹോളോ കൈക്കുഴിയൊന്നും ഞാൻ വരച്ചിട്ടില്ല. അതൊക്കെ മുമ്പത്തെ വീഡിയോയിലും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എങ്ങനെ ആ സ്കേർട്ട് ഇത് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഈ മെഷർമെൻറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും മെഷർമെൻറ്റ് ഉണ്ട് അത് വെച്ച് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വീനക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ വീനക്ക് ഞാൻ ഇതിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാക്സിമം സ്കെയിൽ വെച്ചിട്ട് വരക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതാ കറക്റ്റ് അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ റൗണ്ട് നെക്കാണ് കാണിക്കൽ, അതൊന്നും മാറ്റി പിടിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ വി നെക്കും റൗണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ താഴത്തെ പോർഷനിൽ മടക്കണ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കാണാമല്ലേ, കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗം ഓപ്പണാണ്, ഒരു ഭാഗം ഫോൾഡാണ്. ഇനി ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുക. ഇങ്ങനെയും മടക്കുക. ഇനി ഇതല്ലാണ്ട് ഇതുപോലെ നിവർത്തി വെച്ച ശേഷം കാണാണ്ടോ, ഇതുപോലെ നിവർത്തി വെച്ച ശേഷം അങ്ങോട്ടും മടക്കുക. എങ്ങോട്ടും മടക്കിയാലും കുഴപ്പമില്ല, ഒരു ഭാഗത്ത് ഓപ്പണും ഒരു ഭാഗത്ത് ഫോൾഡും വരണം. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ആ ഒരു അടിഭാഗത്തെ സ്കേർട്ട് ഒരു ഭാഗത്തെ ഓപ്പൺ വരാൻ പാടുള്ളൂ. 2 സൈഡ് ഓപ്പൺ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ബോറാവും. ആ കറക്റ്റ് 7 ഇഞ്ച് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് വിടുത്ത് ഇതിൽ മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് നോട്ട് ചെയ്ത ശേഷം കറക്റ്റ് 7 ഇഞ്ച് നോട്ട് ചെയ്ത ശേഷം നമ്മൾ ആ കോൺ ഷേപ്പിൽ നിന്ന് ഏറ്റവും മുകളിലെ കോൺ ഷേപ്പിൽ നിന്ന് 8.75 നമുക്ക് കിട്ടുന്നത്. ആ 8.75 കറക്റ്റ് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. കാണാണ്ടോ ഈ ഒരു കോൺ പോർഷനിൽ 8.75 ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുൾ റൗണ്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളത് കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. 7 ഇഞ്ചിൽ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് മുകളിലോട്ട് പോയിൻ്റ് ചെയ്യണം. ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഓൾറെഡി ഇപ്പോൾ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം അടിഭാഗമാണ് കേട്ടോ ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ. അടിഭാഗം എത്രയാണ് നമുക്ക് എടുക്കാനുള്ള ഇതിൽ കാണിച്ചിട്ടുണ്ട്. 17 ഇഞ്ച് താഴെ 17 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് ഇഷ്ടമല്ല ആഡ് ചെയ്യാൻ. അവിടെ 1 ഇഞ്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, കാരണം എനിക്ക് അതിനുള്ളൊരു മെറ്റീരിയലേ ഉള്ളൂ. 18 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗം 18 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഫുൾ റൗണ്ട് ഇതുപോലെ മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ കാണാനുണ്ടോ 18 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ചെറിയ ഡ്രസ്സ് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റണില്ല. മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇതുപോലെ ഫുൾ റൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വരച്ച ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റ് ആവണം കേട്ടോ. കട്ടിങ് എന്തായാലും കറക്റ്റാണ്. അപ്പോൾ നമ്മളെ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴത്തെ പോർഷനും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലും കൂടുതൽ ഫ്ലെയർ വരുന്ന ഫുൾ അംബ്രല്ല സ്കേർട്ട് ഉണ്ട്, വേറെ ടൈപ്പാണ് കേട്ടോ കട്ടിങ് വരിക. അത് സെമി ആയതുകൊണ്ട് ഒരു മീഡിയം സൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ടിങ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. കട്ടിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. കാണാണ്ടോ 2 കൂടെ വെക്കുമ്പോൾ കറക്റ്റ് ഒരേ ലെവലിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ഓടിച്ച് നോക്കാം. ഇതുപോലെ നല്ല ഭാഗം വെക്കുമ്പോൾ കാണാല്ലേ നല്ല ചെറിയൊരു ഫ്രോക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് മുകളിലെ പോർഷൻ മാത്രമേ സ്റ്റിച്ചിങ് ചെയ്യാനുള്ളൂ. അടിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ടൈപ്പ് വരുന്നുണ്ട്. ഞാൻ ഫുൾ റൗണ്ട് സ്റ്റിച്ചിങ്ങാണ് കാണിക്കണം കേട്ടോ. 1 സൈഡല്ല, കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുക ഫുൾ റൗണ്ടാണ്. ഇതുപോലെ വീനക്കും അതുപോലെ അതിനൊരു ഷേപ്പ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഷേപ്പ് പീസിൻ്റെ 3 സൈഡും ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്ര ഫാസ്റ്റായിട്ടാണ് ചെയ്തെടുക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതി അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീനക്ക്. അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് പഫ് കൈ, അതുപോലെ ക്യാപ് സ്ലീവ്, അതുപോലെ എലാസ്റ്റിക് ടൈപ്പ് സ്ലീവ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് ബാക്ക് നെക്കാണ് കേട്ടോ. ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്തെടുക്കാനുള്ളത്. നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ. നെക്കിൻ്റെ ഭാഗം കറക്റ്റാണോ മാത്രം നോക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാണാണ്ടോ. ഇനി നമുക്കിതിന് മുകളടിയാണ് കൊടുക്കാനുള്ളത്. ബാക്ക് സൈഡിലോട്ട് തയ്യൽ തുമ്പ് വെച്ച ശേഷം വേണം കേട്ടോ ഈ മുകളിലെ സ്റ്റിച്ച് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ നെക്ക് 2 സ്റ്റിച്ചിങ് ഷോൾഡർ ജോയിൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. കൈക്കുഴി ആം ഹോളാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ടും സെയിം പ്രിൻറ്റ് വർക്ക് ആയതുകൊണ്ട് ഞാൻ ക്രോസ് പീസ് ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ക്രോസ് പീസൊക്കെ ആണെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ചെയ്താൽ നല്ല ലുക്ക് കിട്ടും കേട്ടോ ഡ്രസ്സ്. ഇത് ഫുൾ ഒരേ പ്രിൻ്റ് ആയതുകൊണ്ട് ബാക്കിലോട്ട് വെച്ചാലും ഫ്രണ്ടിലോട്ട് വെച്ചാലൊക്കെ ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതുപോലെ 2 സൈഡ് നമ്മൾ ചെയ്തെടുക്കുക. നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഡ്രസ്സ് വളരെ എളുപ്പത്തിൽ നല്ല പ്രിൻറ്റ് വർക്കൊക്കെ വരുന്ന മെറ്റീരിയലാണെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. വലിയവർക്കും ചെറിയവർക്കും ആണെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ കൈക്കുഴി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാണ്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഓരോ ഇഞ്ച് ഉണ്ടല്ലോ അതിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ഞാൻ 2 സൈഡും ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുകളിലെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സാവധാനത്തിൽ ഞാൻ താഴത്തെ പോർഷൻ പറഞ്ഞുതരാം. ഇതുപോലെ വെച്ച ശേഷം നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് വെക്കണം കേട്ടോ. കാരണം ഈ 2 ഭാഗത്തെ ഓരോ ഇഞ്ച് കൂട്ടിയിട്ട് 2 ഇഞ്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാണ്ടോ ആ 2 ഇഞ്ച് എവിടെയാണ് വരുന്നത് അത് പോയിൻ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരേ ലെവലിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. സെമി ആയാലും മറ്റേ അംബ്രല ആയാലും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് കാണാണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഡ്രസ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ലോക്കിങ്ങോ ഒക്കെ ചെയ്യാം. ഇനി അരഭാഗം ജോയിൻറ്റ് ചെയ്യേണ്ട രീതി ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ആ ഒരു പോർഷന് ഇതാ ടോപ്പ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാണ്ടോ അതിൻ്റെ ഏത് ജോയിൻ്റ് ആയിക്കോട്ടെ 2 ജോയിൻ്റാണ് വരുന്നത്. ആ ഒരു ജോയിൻറ്റ് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതാ അടിഭാഗത്തും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് നല്ല സൈഡും ജോയിൻറ്റ് പോർഷൻ ഒരുമിപ്പിച്ച് വെക്കുക. കാണാണ്ടോ ഇതുപോലെ നല്ല സൈഡും. കാരണം ആ അടിഭാഗത്തെ തുണി നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഇടണം. മുകളിലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തോ നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒരുമിപ്പിച്ച് വെക്കാൻ. കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണേ. നമ്മൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സാളോ എന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. എനിക്കറിയാവുന്ന ഡ്രസ്സാണെങ്കിൽ ഞാൻ ഉറപ്പായും ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. കാണാണ്ടോ ഇപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള സെമി അംബ്രല ഫ്രോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഡ്രസ്സാണ്. കാണാണ്ടോ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ടൈപ്പ് ഡ്രസ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉള്ളവർ മെസ്സേജ് വഴി അറിയിക്കുക കേട്ടോ. എനിക്കറിയാവുന്ന ഡ്രസ്സിങ്ങും കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ.